കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരദാമ്മ അവിടെ മാറി നിന്ന് കരയുന്നത് സുസ്മിത കാണുവാണ്. അത് കാണുന്ന സുസ്മിത അപ്പം തന്നെ ആ വിവരം ഭാമയെ അറിയിക്കണേ. ആൻറ്റി, എനിക്കൊരു സംശയം, ശ്യാമ ഈ റൂമിൽ തന്നെയല്ലേ കിടക്കുന്നത്? അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം എന്ന് ഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയണേ, അത് പിന്നെ ദേ നോക്കിക്കേ, ആ ശാരദാമ്മ കണ്ടില്ലേ അവിടെ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരയുന്നത്. അല്ല, ഇനി അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ആ റൂമിലുണ്ടോ? ഈ സമയം അത് കാണുന്ന ഭാമ സുസ്മിതയും കൂട്ടി ശാരദാമ്മയുടെ അരികിലേക്ക് ചെല്ലുവാണ്. രോഹിത്തും വിഷ്ണുവും കൂടി ഭാമയുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കരഞ്ഞു നിൽക്കുന്ന ശാരദാമ്മയുടെ അരികിലേക്ക് ഭാമ ചെന്നിട്ട് ശാരദാമ്മേ എന്ന് വിളിക്കുവാണ്. അന്നേരം ശാരദ ഒന്ന് ഭയന്നു പോകുന്നുണ്ട്. ആ സമയം ഭാമ ചോദിക്കണേ, നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ശ്യാമ ആ റൂമിലല്ലേ കിടക്കുന്നത്? ആ സമയം സുസ്മിത പറയണേ, എന്താ ശാരദാമ്മേ, ഈ റൂമിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നല്ല സംശയമുണ്ട് ആൻറ്റി, ഞാനിപ്പോൾ തന്നെ ഒന്ന് കയറി നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈയോടി പിടികൂടാം. ഇവരെ കണ്ടാൽ തന്നെ അറിയാം എന്തോ കള്ളലക്ഷണം ഉണ്ടെന്ന്. ഞാൻ തന്നെ ചെന്ന് നോക്കാം ആൻറ്റി എന്ന് പറഞ്ഞ് സുസ്മിത ആ ഒരു റൂം തുറക്കാൻ പോകുമ്പോഴേക്കും ശാരദ സുസ്മിതയെ തടഞ്ഞുകൊണ്ട് പറയണേ, സുസ്മിതേ, നിനക്കൊരു ഹോസ്പിറ്റലിൽ വന്നിട്ട് എങ്ങനെയാണ് പെരുമാറിയിട്ടെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലേ? ഇവിടെ എൻ്റെ മകള് പ്രസവിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കണേ, ഒരു കുഴപ്പമില്ലാതെ അമ്മയും കുഞ്ഞിനെയും വേർപെടുത്തി തരണേന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഇവിടെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനം താ. അങ്ങനെ ശാരദയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭാമക്കും താൻ ചെയ്തത് മോശമായിട്ടുള്ളൊരു കാര്യമെന്ന് മനസ്സിലാകുവാണ്. ഈ സമയം സുസ്മിത ആണെങ്കിൽ പറയുവാണ്, ഓ പിന്നെ കള്ളം പൊളിയോ എന്നായപ്പോൾ ഓരോ നമ്പർ ഇറക്കുന്ന കണ്ടില്ലേ, ഞാനിപ്പോൾ തന്നെ കയറി നോക്കാം ആൻറ്റി എന്ന് പറഞ്ഞ് വീണ്ടും സുസ്മിത കയറാൻ തുടങ്ങുമ്പോൾ ഭാമ തടയണേ, നിർത്തി സുസ്മിതേ, മതി, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, മര്യാദക്കാണെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി. എന്നിട്ട് ഭാമ ശാരദയുടെ അരികിലേക്ക് ചെല്ലണേ, സോറി ശാരദേ, ഇവളിങ്ങനെ ഓരോന്ന് വന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് വിശ്വസിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞു, അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിന്ന് പ്രാർത്ഥിക്കുക. ഈ സമയം രോഹിത് വരണേ, സത്യാമല്ലാതെ ആരെങ്കിലും ഇവളുടെ വാക്ക് വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് വരുമോ? ഇവളിവിടെ വന്ന് നിൽക്കുന്നത് തന്നെ നമ്മുടെ സമാധാനം കളയാനാ. സത്യമാവാ, നമ്മളിപ്പോൾ നിൽക്കേണ്ടത് ശ്യാമയുടെ റൂമിലാണ്. അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ അവിടെ ഉണ്ടാവണ്ടേ? അപ്പോൾ ഭാമ പറയണേ, ആ അത് ശരിയാ, വാ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. അങ്ങനെ അവരെല്ലാവരും ശ്യാമയുടെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുവാണ്. ഈ സമയം ശാരദയാണെങ്കിൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ശാരദയെ നോക്കിയിട്ട് മനസ്സിൽ പറയണേ, ഞാനെന്ത് മണ്ടിയാ, ശ്യാം അവിടെയല്ലേ ഉള്ളത്, ഇവരെൻ്റെ കണ്ണു വെട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒപ്പിച്ചെങ്കിലോ? അവിടെ എന്തെങ്കിലും കൃത്രിമം ഈ സമയം കൂടെ നടന്നു കാണുമോ? ഞാനെന്താണെങ്കിലും അവിടെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ പറഞ്ഞ് സുസ്മിത ശ്യാമയുടെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുവാണ്. ഇതേ സമയം ശാലിനീൻ്റെ പ്രസവം എടുക്കാനായിട്ട് ഡോക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ശാലിനിയാണെങ്കിൽ നല്ല കരച്ചിലാണ് കേട്ടോ. പുറത്തെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ് ശാരദാമ്മ. ഇതേ സമയം സുസ്മിതക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് നിപ്പുറക്കുന്നില്ല. എന്നാലും അകത്ത് എന്തായിരിക്കും നടക്കുന്നത്? ഇനി എന്തെങ്കിലും കള്ളക്കളി ഒപ്പിക്കുന്നുണ്ടാവോ? എങ്ങനെയെങ്കിലും അകത്ത് പോകണം, ആ ശ്യാമയുടെ കള്ളക്കളി കൈയോട്ട് പൊളിക്കണം. എന്നിട്ട് സുസ്മിത പറയണേ, ഭാമാൻറ്റി ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ ശ്യാമക്ക് പെയിൻ തുടങ്ങിയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി അവിടെ അകത്ത് ശ്യാമയുടെ അരികിൽ പോയിരുന്നാലോ? ഈ സമയത്ത് ഗർഭിണികൾക്ക് വല്ലാതെ പേടിയുണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും അവളുടെ അടുത്തുണ്ടെങ്കിൽ അവൾക്കതൊരു ആശ്വാസമാകുമല്ലോ. അതേക്കുമ്പോൾ ഭാമ തറപ്പിച്ചൊന്ന് സുസ്മിതയെ നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സുസ്മിത ഒന്ന് ഭയക്കണേ, ഈശ്വര കുഴപ്പമോയോ? അന്നേരം ഭാമ സുസ്മിതയുടെ തൊഴിലിങ്ങനെ കൈവച്ചിട്ട് പറയണേ, കൊള്ളാം, ആദ്യമായിട്ടാണ് നീ ഒരു നല്ല കാര്യം പറഞ്ഞത്, വാ നമുക്കെല്ലാവർക്കും ശ്യാമയുടെ അരികിലേക്ക് ചെല്ലാം. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും ശ്യാമയുടെ ആ റൂമിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം അവരെ കാണുന്നതും ശ്യാമ ആ കട്ടിലേക്ക് കയറി കിടക്കുവാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ വരുമ്പോൾ ശ്യാമക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ശാലിനി അവിടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ശാരദാമ്മ ഓടി അകത്തേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ ശാലിനി പ്രസവിച്ച ആ പെൺകുഞ്ഞിനെ ശാരദാമ്മയ്ക്ക് ഇങ്ങനെ എടുത്തു കാണിക്കണേ, ഇതേ നോക്ക് ശാരദാമ്മേ, ശാലിനി പ്രസവിച്ചു, പെൺകുഞ്ഞാ. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ശാലിനിക്കും ശാരദാമ്മക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. ശാലിനി അമ്മയെ നോക്കിക്കൊണ്ട് പറയണേ, അമ്മേ എൻ്റെ കുഞ്ഞ്. അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് നഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു വിടുവാണ്. ഈ സമയം ഡോക്ടർ ചോദിക്കണേ, അല്ല ശാലിനി, ഇനി എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ? അന്നേരം ശാലിനി പറയണേ, കുഞ്ഞിനെ ശ്യാമക്ക് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചതുപോലെ നടക്കണം. അന്നേരം ശാലിനിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശാരദാമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുക. ആ സമയം അമ്മയുടെ സങ്കടം കണ്ടിട്ട് ശാലിനി കൈ പിടിച്ച് പറയണേ, അമ്മ വിഷമിക്കാതിരിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ്. അമ്മയുടെ കണ്ണ് നിറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അമ്മേൻ്റെ കൂടെ ഉള്ളതാ എൻ്റെ ധൈര്യം. ഈ സമയം കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ശാലിനി ആ കുഞ്ഞിനെ വാങ്ങിച്ച് അതിന് പാലൂട്ടുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഇതേ സമയം ഡോക്ടർ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല കുഞ്ഞിനെ എങ്ങനെയാണ് ശ്യാമയുടെ അരികിൽ എത്തിക്കുന്നത്? ഈ സമയം ശാരദ പറയണേ, ശ്യാമയുടെ റൂമിലേക്ക് സത്യാമ്മയും സുസ്മിതയെ അവരെല്ലാവരും കൂടി പോയിട്ടുണ്ട്. അതേക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, സുസ്മിതയോ, അവൾ ഇവിടെ നിന്നോ? ഈശ്വര, അവൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അന്നേരം ഡോക്ടർ പറയണേ, ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് അവരെ റൂമിൽ നിന്ന് പുറത്താക്കാൻ പറ്റും, പക്ഷേ അവരെന്നാലും കോറിഡോറിൽ നിൽക്കുമല്ലോ, അവിടെ നിന്ന് അവരെ മാറ്റാൻ പറ്റില്ലല്ലോ. പതിവില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടന്നാൽ അത് മറ്റുള്ളവർക്കും സംശയം ഉണ്ടാക്കും. മാത്രമല്ല ആ സുസ്മിത കൂടി ഇവിടെ ഉണ്ടല്ലോ,
അപ്പോൾ എങ്ങനെ കുഞ്ഞിനെ അവരുടെ അടുത്തെത്തിക്കും? എങ്ങനെയാണെങ്കിലും കോറിഡോറിലൂടെ പോയാലല്ലേ അതിന് പറ്റുള്ളൂ. ആ സമയം ശാലിനി ഒന്ന് ആലോചിക്കണേ. പെട്ടെന്നാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന കാര്യം ശാലിനിയുടെ ഓർമ്മ വന്നത്. അങ്ങനെ ശാലിനി എന്തോ ഒരു പ്ലാൻ ഡോക്ടറോട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഡോക്ടർ പറയണേ, അതൊക്കെ ശരിയാ ശാലിനി, അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് കുഞ്ഞ് കരയില്ലേ? അപ്പോൾ അത് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കില്ലേ? ആ സമയം ശാലിനി പറയണേ, ഇത്ര നേരം ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും ദൈവം തന്നെ തുണയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം നിശ്ചയിച്ചത് എന്താണോ അത് നടന്നിരിക്കും. അങ്ങനെ ശാലിനിയുടെ വാക്കുകളൊക്കെ കേട്ട് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഇതേസമയം സുസ്മിതയാണെങ്കിൽ ശ്യാമയെ തന്നെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ശ്യാമയുടെ വയറ്റിലൊക്കെ പിടിച്ചിട്ട് പറയണേ, കുഞ്ഞാവേ എപ്പോഴാണ് നീ വരുന്നത്? വേഗം വാ, നിന്നെ കാണാൻ ഞങ്ങൾക്ക് തിടുക്കോയി. എന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട്, ഇത് പാടാണോ ഒറിജിനൽ വയറാണോ? അങ്ങനെ പറഞ്ഞു ഒന്ന് അമർത്തുവാണ് കേട്ടോ. അന്നേരം ശ്യാമ അയ്യോ വേദനിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാണ്. അന്നേരം സത്യാമ്മയും രോഹിത്തും വിഷ്ണുവൊക്കെ സുസ്മിതയെ പിണങ്ങുന്നുണ്ട്. സുസ്മിതേ, നീ എന്താടി കാണിച്ചത്? ഇതിനാണോ നീ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ നിന്റെ കഴുത്തിന് പിടിച്ചാൽ പുറത്താക്കും. മോള് സമാധാനമായിട്ട് കിടക്കേട്ടോ. ഈ സമയം സുസ്മിത പറയണേ, ചേ അവള് അത് പാഡ് വെച്ചിരിക്കുന്നത് തന്നെയാ. ഇനി എന്താണെങ്കിലും വയറ്റി തൊട്ട് നോക്കാൻ പറ്റില്ല, തള്ളയിനെ അടുപ്പിക്കില്ല. എടി ശ്യാമേ, നിന്നെ ഞാൻ പൊളിച്ചടുക്കിയിരിക്കും. ഈ സമയം സന്ധ്യ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കാണുന്നതും ബാമ ചോദിക്കണേ, ആ ഡോക്ടർ ഇന്ന് തന്നെ പ്രസവം ഉണ്ടാകുമോ? ആ സമയം ഡോക്ടർ പറയണേ, ശ്യാമയുടെ ഡേറ്റ് അനുസരിച്ച് 2 ദിവസം കൂടിയുണ്ട്. പക്ഷേ എങ്കിലും ശ്യാമയിൽ ചില പ്രസവ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് മറ്റു വരുവാണെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ പ്രസവം ഉണ്ടാകും. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് നിൽക്കുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് നോക്കായിരുന്നു. അതിനെന്താ ഡോക്ടറെ, ഞങ്ങളിതാ ഇപ്പോൾ പുറത്തേക്ക് പോകാം. ഈ സമയം സുസ്മിത ഇങ്ങനെ ശ്യാമയെ നോക്കിയിട്ട് പറയണേ, എങ്ങനെയായിട്ട് നീ പ്രസവിക്കാൻ പോകുന്നത്? എനിക്കതൊന്ന് കാണണം. അങ്ങനെ പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ശ്യാമയെ നോക്കി നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്